بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പമാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നാഥൻ തുണക്കട്ടെ, ആമീൻ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിന്റെ പാർട്ട് 2 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൻ്റെ പാർട്ട് 1 ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് 1 പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി 5ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ഉത്തരം എഴുതാം. ഇവിടെ 8 ചോദ്യങ്ങളുണ്ട്. ഓരോന്നിനും കൃത്യമായ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ 1ാമത്തെ ചോദ്യം, തയമ്മുമിൻ്റെ അവയവങ്ങൾ ഏതെല്ലാം? തയമ്മുമിൻ്റെ അവയവങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അതിൻ്റെ ഉത്തരം നമുക്ക് പേജ് നമ്പർ 6 മുറിച്ച് നോക്കാം. 2ാമത്തെ പാഠം തയമ്മുമ് എന്നുള്ള പാഠത്തിൽ ആദ്യം തന്നെ പറയുന്നത് ശ്രദ്ധിക്കൂ. ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. അപ്പോൾ തയമ്മുമിൻ്റെ അവയവം അവിടുന്ന് കിട്ടി മുഖം, അതേപോലെ 2 കൈ. അപ്പോൾ അതാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. മുഖം, 2 കൈ എന്ന ആൻസറായിട്ട് എഴുതാം. ഇനി ഇവിടെ തന്നെ അതന്നെ മറ്റൊരു ചോദ്യമായിട്ട് വരാം. തയമ്മും എന്നാൽ എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോഴും ഇത് എഴുതാം. ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. ഇനി 2ാമത്തെ ചോദ്യം, 2 കൈകളിൽ മുറിവുണ്ടായാൽ എത്ര തയമ്മും ചെയ്യണം? 2 കൈയിലും മുറിവുണ്ടായാൽ എത്ര തയമ്മുമാണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് അതേ പാഠം പേജ് നമ്പർ 7, 2ാമത്തെ പാഠത്തിൽ പേജ് നമ്പർ 7 2ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. 2 അവയവത്തിൽ മുറിവുണ്ടായാൽ 2 തയമ്മും വേണം. അപ്പോൾ ആദ്യം തന്നെ 2 എഴുതിക്കരുത്, ബാക്കിയും കൂടി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. സ്വഹീഹായ സ്ഥലം കഴുകലും മുറിവിന് വേണ്ടി തയമ്മും ചെയ്യലും കഴിഞ്ഞ ശേഷമേ അതിന് ശേഷമുള്ള അവയവം കഴുകാൻ പാടുള്ളൂ. ഇനിയാണ് ഉത്തരം വരുന്നത്. കൈ രണ്ടും ഒരു അവയവമായാണ് പരിഗണിക്കുക. കൈ രണ്ടും ഒരു അവയവമായാണ് പരിഗണിക്കുക. അപ്പോൾ എത്ര തയമ്മുമേ ചെയ്യേണ്ടുള്ളൂ? ഒരു തയമ്മുമേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻസർ ഒരു തയമ്മും എന്നാണ്. ഇനി അതിൻ്റെ ബാക്കി നോക്കൂ. 2 കാലും അപ്രകാരം തന്നെയാണ്. അപ്പോൾ 2 കൈയിലും മുറിവുണ്ടായാൽ ഒരു തയമ്മും ചെയ്താൽ മതി. 2 കാലിലും മുറിവുണ്ടായാൽ ഒരു തയമ്മും ചെയ്താൽ മതി. അല്ലാത്ത അവയവങ്ങളിൽ മുറിവുണ്ടാവുമ്പോഴാണ് ഓരോന്നിനും ഓരോ തയമ്മുമായിട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി 3ാമത്തെ ചോദ്യം, മുഖഫഫായ നജസ് എന്നാൽ എന്ത്? എന്താണ് മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 9 തുറന്നു നോക്കുക. പാഠം 3 നജാസാത്ത് വതത്വഹീറുഹ എന്നുള്ള പാഠം ഉണ്ടല്ലോ. അതിലെ 3ാമത്തെ പാരഗ്രാഫിൽ അതിൻ്റെ ആൻസർ ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കുക. 2 വയസ്സ് പൂർത്തിയാകാത്ത പാൽ അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം മുഖഫഫായ നജസാകുന്നു. അപ്പോൾ അങ്ങനെ ആൻസർ എഴുതിയാൽ മതി. 2 വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. അങ്ങനെ ആൻസർ എഴുതി വെച്ചാൽ മതി. ഈ പാഠത്തിൽ നമുക്കറിയാം നജസുകളെ കുറിച്ചാണ് വിവരിക്കുന്നത്. 3 ഇനങ്ങളാണ്. മുഗല്ലദ്, മുത്തവസ്സിത്ത്, മുഖഫഫ്. അതൊക്കെ അറിയാം. അതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഓരോന്നും എന്താണ് മുഗല്ലദ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുത്തവസ്സിത്ത് ഏതൊക്കെയാണ്, അതേപോലെ മുഖഫഫ് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ ചോദ്യം, ഒരു സ്വാഴ് എത്ര ലിറ്റർ? ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ അത് എത്ര ലിറ്ററാണ് എന്നാണ്. അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പാഠം 5 പേജ് നമ്പർ 13 പാഠം 5 സക്കാത്തുൽ ബദൻ 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇത് നമ്മൾ മുമ്പ് മറ്റൊരു ചോദ്യത്തിന് വേണ്ടി വിശദീകരിച്ചാണ്, അതുകൊണ്ട് വിശദീകരിക്കണില്ല. 3ാമത്തെ പാരഗ്രാഫിൽ 3ാമത്തെ വരിയിൽ ഒരു സ്വാഴ് അഥവാ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് 3.200 ലിറ്റർ.
ഇനി അഞ്ചാമത്തെ ചോദ്യം, നോമ്പിൻ്റെ ഫർളുകൾ എത്ര ഏതെല്ലാം? രണ്ട് ചോദ്യങ്ങളാണ്. നോമ്പിൻ്റെ ഫർളുകൾ എത്ര, അത് ഏതൊക്കെയാണെന്നാണ്. ഇതും മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതാണ്, അതുകൊണ്ട് ഉത്തരം മാത്രം പറയാണ്. പേജ് നമ്പർ 17, 7ാമത്തെ പാഠം അസൗമു എന്നുള്ള പാഠത്തിലെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് നോമ്പിൻ്റെ ഫർളുകൾ 2 ആകുന്നു. അപ്പോൾ ഒരു ആൻസർ കിട്ടി, 2. ഇനി അത് ഏതൊക്കെയാണെന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അതിൻ്റെ തൊട്ടടുത്തത് പറയുന്നു 1 നിയ്യത്ത്, 2 താഴെ ആ ലാസ്റ്റ് വരിയിലതാ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ. ഈ 2 കാര്യങ്ങളുമാണ് അവിടെ എഴുതേണ്ടത്. ഇനി 6ാമത്തെ ചോദ്യം, ഇഫ്രാദ് എന്നാൽ എന്ത്? ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 28 തുറക്കുക. 12ാമത്തെ പാഠം അൽ ഇഫ്രാദു വത്തമത്തു വൽ ഖിറാൻ. അതിൽ പാഠത്തിൽ ആദ്യം തന്നെ അത് പറയുന്നു ഹജ്ജും ഉംറയും 3 രൂപത്തിൽ നിർവഹിക്കാവുന്നതാണ്. 1ാമത്തെ രൂപമാണ് ഇഫ്രാദ്. ഇനി അതെന്താണെന്നാണ് പറയുന്നത്. ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് ആൻസർ വേണ്ടത്. ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുക, അതാണ് അവിടെ എഴുതേണ്ടത്. കൂടെ തന്നെ നമ്മൾ എന്താണ് തമത്തോ എന്നും എന്താണ് ഖിറാന് എന്നൊക്കെ പഠിച്ചു വെക്കുക. തമത്തോ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ഉംറയും പിന്നെ ഹജ്ജും. ഇഫ്രാദിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി 3 ഖിറാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക. ചില വിദ്യാർത്ഥികൾ ഇങ്ങനെ എഴുതി വെക്കണ കാണാം, ഹജ്ജും ഉംറയും ഒപ്പം ചെയ്യുക, അല്ലെങ്കിൽ ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്യുക എന്ന് എഴുതിയേക്കും. അങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടൂല, തെറ്റാണ്. ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക, ഇതാണ്. പിന്നെ അതിലെ ഏറ്റവും അഫ്ദലായ രൂപം ഇഫ്രാദാണ് എന്നും, പിന്നെ തമത്തുവായി ചെയ്താലും ഖിറാനായി ചെയ്യുമ്പോഴൊക്കെ ചില ഷർത്തുകളൊക്കെ ഉണ്ട്, അത് ആ ഷർത്തുകളോട് കൂടി ബലി നിർബന്ധമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി 7ാമത്തെ ചോദ്യം, ത്വവാഫിൻ്റെ ഷർത്തുകൾ എത്ര? ത്വവാഫിൻ്റെ ഷർത്തുകൾ എത്ര? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 33 തുറക്കുക. പാഠം 15 ത്വവാഫു വസ്സഅയു എന്നുള്ളിടത്ത് ആദ്യം തന്നെ പറയുന്നത് അതാണ്. ത്വവാഫിനും സഅയിനും ചില ഷർത്തുകളും സുന്നത്തുകളും ഉണ്ട്. ഇനി ത്വവാഫിൻ്റെ ഷർത്തുകൾ 8 ആകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ 8 എന്ന് കിട്ടി. അപ്പോൾ 8 ആകുന്നു എന്ന് അല്ലെങ്കിൽ 8 എന്ന് എഴുതി വെക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ എല്ലാ ഘടകങ്ങളും എല്ലാ ഭാഗങ്ങളും പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെയാണ് 8 ഷർത്തുകൾ എന്നും കൂടി പഠിച്ചു വെക്കുക. ഒന്ന് നോക്കൂ. 1 ഹജ്ജിൻ്റെയും ഉംറയുടെയും അല്ലാത്ത ത്വവാഫുകൾ നിയ്യത്ത് ചെയ്യൽ. 2 ഔറത്ത് മറക്കൽ. 3 അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ. 4 ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങൽ. 5 കഅബ ഇടതുഭാഗത്തായിരിക്കൽ. 6 ത്വവാഫ് 7 പ്രാവശ്യമായിരിക്കൽ. 7 ത്വവാഫ് പള്ളിയിലും കഅബക്ക് പുറത്തുമായിരിക്കൽ. 8 ത്വവാഫ് മറ്റൊരു ആവശ്യത്തിനല്ലാതിരിക്കൽ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അധിക പരീക്ഷകളിലും ഇങ്ങനെ ഒരു 2 or 3 കാര്യങ്ങൾ എഴുതാനാണ് വരിക. 2 എണ്ണം വീതം എഴുതാം, അല്ലെങ്കിൽ 3 എണ്ണം വീതം എഴുതാം, അല്ലെങ്കിൽ ഓരോന്ന് വീതം എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് പ്രയാസമുള്ളവരെ എന്ത് ചെയ്യുക, ഏറ്റവും ചെറിയ ഉത്തരങ്ങൾ ഒരു 3 എണ്ണോ 4 എണ്ണോ ഒക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴിയുന്നവരെല്ലാവരും എല്ലാതും പഠിച്ചു വെക്കുക. ഇനി 8ാമത്തെ ചോദ്യം നോക്കൂ. ത്വഹാറത്തിൻ്റെ ശർഈയായ അർത്ഥം. ത്വഹാറത്തിൻ്റെ ശർഈയായ അർത്ഥം എന്താണ്? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 3 തുറക്കുക. ആദ്യത്തെ പാഠത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ അതിനെക്കുറിച്ചും ഇങ്ങോട്ട് പറയുന്നുണ്ട്. ത്വഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ്. ഇനി പറയുന്ന ശ്രദ്ധിക്കൂ. ശർഈയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയ അതാണ്. അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ്, തടസ്സങ്ങളെ ഉയർത്തലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭാഷാർത്ഥ പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ്, ശർഈയായ അർത്ഥം എന്താണ് എന്നാണ്. അത് രണ്ടും വെവ്വേറെ വേർതിരിച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി കണ്ണോടിച്ചു പോകാം. 1 തയമ്മുമിൻ്റെ അവയവങ്ങൾ ഏതെല്ലാം? ഉത്തരം മുഖം, 2 കൈ. 2 കൈകളിൽ മുറിവുണ്ടായാൽ എത്ര തയമ്മും ചെയ്യണം? ഉത്തരം 1 തയമ്മും. 3 മുഖഫഫായ നജസ് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം 2 വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. 4 ഒരു സ്വാഴ് എത്ര ലിറ്റർ? അതിൻ്റെ ഉത്തരം 3 ലിറ്റർ 200 മില്ലി ലിറ്റർ. 5ാമത്തെ ചോദ്യം. നോമ്പിൻ്റെ ഫർളുകൾ എത്ര ഏതെല്ലാം? അതിൻ്റെ ഉത്തരം 2. 1 നിയ്യത്ത്. 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ. 6ാമത്തെ ചോദ്യം. ഇഫ്രാദ് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുക. 7 ത്വവാഫിൻ്റെ ഷർത്തുകൾ എത്ര? അതിൻ്റെ ഉത്തരം 8 ആകുന്നു, അല്ലെങ്കിൽ 8 എന്ന് എഴുതിയേക്കാം. 8 ത്വഹാറത്തിൻ്റെ ശർഈയായ അർത്ഥം. അതിൻ്റെ ഉത്തരം
അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ്. ഇനി ആറാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. ഇവിടെയും 8 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ആൻസർ വ്യക്തമാക്കി കൊടുക്കാനാണ്. 1. സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്ക്. സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്ക് എത്രയെന്നാണ് ചോദ്യം. ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 11 തുറക്കുക. 4ാമത്തെ പാഠം അസ്സക്കാത്ത് എന്നുള്ള പാഠത്തിൽ 4ാമത്തെ പാരഗ്രാഫിൽ 3ാമത്തെ വരി, ധാന്യം പഴങ്ങൾ എന്നൊക്കെ തുടങ്ങുന്ന പാരഗ്രാഫ് ഉണ്ടല്ലോ, അതിലെ 3ാമത്തെ വരിയിലതാ സ്വർണത്തിൻ്റെ കണക്ക് 20 മിസ്കാൽ അഥവാ 85 ഗ്രാം ആകുന്നു. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് രണ്ടും എഴുതാം. ഒന്നെങ്കിൽ 20 മിസ്കാൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ 85 ഗ്രാം എന്നും എഴുതാം. രണ്ടും ശരി തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളിയുടെ കണക്കും കൂടി പഠിച്ചു വെക്കുക. വെള്ളിയുടെ സക്കാത്ത് നിർബന്ധമുള്ള കണക്ക് എത്ര? 200 ദിർഹം അഥവാ 595 ഗ്രാം. അതും കൂടി എൻ്റെ കൂടെ പഠിക്കുക. ഇനി 2ാമത്തെ ചോദ്യം ഏത്തിക്കാഫ്. ഏത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ്. അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 22 മറിച്ച് നോക്കൂ. പാഠം 9 അൽ ഏത്തിക്കാഫു. അതിലാദ്യം പറയുന്നത് തന്നെ എന്താണ് ഏത്തിക്കാഫ് എന്നാണ്. എന്താണ്? നിസ്കാരത്തിൻ്റെ തുമഅനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് ഏത്തിക്കാഫ്. നിസ്കാരത്തിൻ്റെ തുമഅനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കൽ എന്ന് എഴുതിയാൽ മതി. ഇനി 3ാമത്തെ ചോദ്യം അറഫയിൽ നിൽക്കേണ്ട സമയം. അറഫയിൽ എപ്പോഴാണ് നിൽക്കേണ്ടത് എന്ന് എഴുതി കൊടുക്കാനാണ്. അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 26 മറിച്ച് നോക്കിയാൽ കാണാം. പാഠം 11 അർക്കാനുൽ ഹജ്ജ് വൽ ഉംറ. അതിലെ 2ാമത്തെ വരിയിൽ തന്നെ ഹജ്ജിൻ്റെ ഫർളുകൾ 6 ആകുന്നു എന്ന് പറഞ്ഞിട്ട് 1 പറഞ്ഞു കഴിഞ്ഞു. 2 അറഫയിൽ നിൽക്കൽ. പിന്നെ അതിനെക്കുറിച്ചെങ്ങാണ്ട് പറയുന്നു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജു അറഫ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സമയം തൊട്ടടുത്ത വരിയിലതാ ദുൽഹിജ്ജ 9 ഉച്ചതിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെയാണ് അവിടെ അറഫയിൽ നിൽക്കേണ്ടത്. അപ്പോൾ അതാണ് ആൻസർ ചെയ്തേണ്ടത്. ദുൽഹിജ്ജ 9 ഉച്ചതിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെ. അതിൻ്റെ കൂടെ നമ്മൾ ഇഫാദിൻ്റെ തവാഫ് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നവിടെ പറയുന്നുണ്ട്. താഴെ സൈ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കൂടെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. 4ാമത്തെ ചോദ്യം ഹജ്ജിൻ്റെ വാജിബാത്തിൽ നിന്ന് 2 എണ്ണം. ഹജ്ജിൻ്റെ വാജിബാത്തിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ്. ഏതാണ്? നമ്മൾ പേജ് നമ്പർ 29 തുറന്ന് നോക്കാം. 13ാമത്തെ പാഠം വാജിബാത്തുൽ ഹജ്ജ് വസുനനുഹു. അതിലാദ്യം തന്നെ പറയുന്നത് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ 5 ആകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു. 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. 2 വലിയ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം അല്പസമയമെങ്കിലും മുസ്ദലിഫയിൽ രാപ്പാർക്കുക. 3 അയ്യാമു തഷ്രീഖിൻ്റെ രാവുകളിൽ മിക്ക സമയവും മിനയിൽ രാപ്പാർക്കുക. 4 ജംറകളിലേക്ക് കല്ല് എറിയുക. 5 ഇഹ്റാം ചെയ്താൽ ഹറാമായ കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക. ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണമാണ് ഇവിടെ എഴുതി വെക്കാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഇഷ്ടമുള്ള 2 എണ്ണം എഴുതി വെക്കാം. പിന്നെ ഇവിടെ തന്നെ കുറച്ച് കാര്യങ്ങൾ വേറെ രൂപത്തിലൊക്കെ ചോദ്യം വരാം. ഉദാഹരണം ഇപ്പോൾ 2ാമത്തത് നമ്മൾ പറഞ്ഞല്ലോ മുസ്ദലിഫയിൽ രാപ്പാർക്കുക. അത് എപ്പോഴാണ് രാപ്പാർക്കേണ്ടത് എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് വലിയ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം. അപ്പോൾ അങ്ങനെ ഇതാ. ഇനി 3ാമത്തതുണ്ടോ മിനയിൽ രാപ്പാർക്കലാണ് 3ാമത്തത്. അപ്പോൾ അത് എപ്പോഴാണെന്ന് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അയ്യാമു തശ്രീഖിൻ്റെ രാവുകളിൽ മിക്ക സമയവും എന്ന് എഴുതിയേക്കാം. പിന്നെ അതേപോലെ തന്നെ ജംറകളിലേക്ക് കല്ലെറിയേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വലിയ പെരുന്നാൾ രാവ് പകുതിയായ മുതൽ. അപ്പോൾ അങ്ങനെയൊക്കെ പല രൂപത്തിലും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഏത് രൂപത്തിൽ വന്നാലും ആൻസർ ചെയ്താൽ വേണ്ടിങ്ങാണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി 5ാമത്തെ ചോദ്യം ജന്നത്തുൽ ബഖീ എവിടെയാണ്? ജന്നത്തുൽ ബഖീ എവിടെയാണെന്നാണ് അതിൻ്റെ ഉത്തരം. നമുക്കറിയാം, എന്നാലും നോക്കാം. പേജ് നമ്പർ 39 പാഠം 17 സിയാറത്തു ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ 39 2ാമത്തെ പാരഗ്രാഫിൽ 3ാമത്തെ വരിയിലുണ്ട് പറയുന്നു മദീനയിൽ അറിയപ്പെട്ട 30ഓളം സിയാറത്ത് സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം സിയാറത്ത് ചെയ്യലും ജന്നത്തുൽ ബഖീയിൽ എന്നും സിയാറത്ത് നടത്തലും സുന്നത്താണ്. അപ്പോൾ അത് മദീനയിലാണെന്ന് അവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? മദീനയിൽ എന്ന് എഴുതി വെക്കാം. ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. മിഅ്റാജ് രാവ് എന്നാണ് ഈ മിഅ്റാജ് രാവ് എന്നാണ് എഴുതേണ്ടത്. പേജ് നമ്പർ 18 നമുക്കത് കാണാം. പേജ് നമ്പർ 18 അഥവാ 7ാമത്തെ പാഠം അസ്സൗമു എന്നുള്ള പാഠത്തിൽ
അവസാന ഭാഗത്ത് അവസാനത്തെ പാരഗ്രാഫിൻ്റെ തൊട്ട് മുമ്പുള്ള പാരഗ്രാഫിൽ പറയുന്നുണ്ട് നോമ്പ് സുന്നത്തായ ദിവസങ്ങൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഇത് മുമ്പ് ഒരു ചോദ്യത്തിൽ നമ്മൾ ഇത് വിശദീകരിച്ചാണ്, അതുകൊണ്ട് ഇനി വിശദീകരിക്കണില്ല. അവിടെ പറയുന്നത് മൂന്നാമത്തെ വരിയിൽ റജബ് 27, എന്നിട്ട് അത് ഏതാണ് ദിവസം ബ്രാക്കറ്റിൽ മിഅ്റാജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ റജബ് 27 ആണ്. ചോദ്യം ഇതിലേത് ദിവസങ്ങളും ഇങ്ങനെ ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ അറഫ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ദുൽഹിജ്ജ 9. അതേപോലെ തന്നെ ബറാഅത്ത് എന്നാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഷഅബാൻ 15. അതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ചിലപ്പം താസുആ ആഷുറാ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. താസുആ എന്ന് പറഞ്ഞാൽ മുഹറം 9, ആഷുറ എന്ന് പറഞ്ഞാൽ മുഹറം 10. ഇങ്ങനെ പല രൂപത്തിലും ചോദിക്കാം. ഇനി ഏഴാമത്തെ ചോദ്യം അൽ ഖാഫിഖാനി. ഖാഫിഖാനി എന്ന് പറഞ്ഞാൽ അതെന്താണത് എന്നാണ് വിശദീകരിച്ച് കൊടുക്കാനുള്ളത്, വ്യക്തമാക്കാനുള്ളത്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 22 തുറന്നു നോക്കുക. പാഠം 9 അൽ ഇഅ്തികാഫ് എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇഅ്തികാഫ് വളരെ പുണ്യമുള്ള ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വമൻ ഇഅ്തകഫ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി തആല ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി 3 ഖനാദിഖ അബ്അദ മിമ്മാ ബൈനൽ ഖാഫിഖൈൻ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുകയാണ് അൽ ഖാഫിഖാനി. ഖാഫിഖാനി എന്ന് പറഞ്ഞാൽ അൽ മശ്രിഖു വൽ മഗ്രിബു, മശ്രിഖും മഗ്രിബുമാകുന്നു. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്? അൽ മശ്രിഖു വൽ മഗ്രിബു എന്നാണ് എഴുതേണ്ടത്. ഇനി എട്ടാമത്തെ അവസാനത്തെ ചോദ്യം മദീന പള്ളിയിൽ കടക്കേണ്ടത് ഏത് വാതിലിൽ കൂടിയാണ്? ഇതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 38 തുറക്കുക. 17ാമത്തെ പാഠം സിയാറത്തു ഖബ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ആ പാഠത്തിൽ 4ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോഴുള്ള കുറച്ച് സുന്നത്തുകളൊക്കെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യ ഭാഗത്ത് പറയുന്നതാണ് പള്ളിയിലേക്ക് ബാബു ജിബ്രീൽ അലൈഹിസ്സലാം കൂടി കടക്കലും, പിന്നെ വലതുകാൽ മുന്തിക്കലും, പള്ളിയിൽ കടക്കുമ്പോൾ ചൊല്ലാനുള്ളത് ചൊല്ലലും, ഹുജറത്തു ഷരീഫയുടെ പിന്നിൽ കൂടി റൗള ഷരീഫിൽ പ്രവേശിച്ച് സൂറത്തുൽ കാഫിറൂനയും ഇഖ്ലാസും ഓതിക്കൊണ്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കലും സുന്നത്താണ്. അപ്പോൾ മസ്ജിദുൽ ഹറാമിലേക്ക് ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അതേപോലെ പ്രവേശിച്ചു കഴിഞ്ഞാലുള്ള സുന്നത്തുകളൊക്കെയാണ് ആ ഭാഗത്ത് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത് ബാബു ജിബ്രീൽ അലൈഹിസ്സലാം, ബാബു ജിബ്രീൽ അലൈഹിസ്സലാം എന്നാണ് അവിടെ അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഇനി ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്ക്. ഉത്തരം 85 ഗ്രാം അല്ലെങ്കിൽ 20 മിസ്കാൽ. 2 ഇഅ്തികാഫ്. അതിൻ്റെ ഉത്തരം നിസ്കാരത്തിൻ്റെ തുമഅ്നീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടുകൂടി പള്ളിയിൽ താമസിക്കൽ. മൂന്നാമത്തെ ചോദ്യം അറഫയിൽ നിൽക്കേണ്ട സമയം. അതിൻ്റെ ഉത്തരം ദുൽഹിജ്ജ 9 ഉച്ചതിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെ. നാലാമത്തെ ചോദ്യം ഹജ്ജിൻ്റെ വാജിബാത്തിൽ നിന്ന് 2 എണ്ണം. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ, മുസ്ദലിഫയിൽ രാപ്പാർക്കൽ, അയ്യാമു തശ്രീഖിൽ മിനയിൽ രാപ്പാർക്കൽ, ജംറയിൽ എറിയുക, ഹറാമായവ ഒഴിവാക്കുക. ഇഹ്റാം ചെയ്താൽ ഹറാമായവ ഒഴിവാക്കുക എന്നും എഴുതാം. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതി കൊടുത്താൽ മതി ഇവിടെ. ഇനി അഞ്ചാമത്തത് ജന്നത്തുൽ ബഖ് എവിടെയാണ്? ഉത്തരം മദീനയിൽ. ആറാമത്തെ ചോദ്യം മിഅ്റാജ് രാവ്. ഉത്തരം റജബ് 27 രാവ്. 7 അൽ ഖാഫിഖാനി. അതിൻ്റെ ഉത്തരം അൽ മശ്രിഖു വൽ മഗ്രിബു. 8 മദീന പള്ളിയിൽ കടക്കേണ്ടത് ഏത് വാതിലിൽ കൂടി? ഉത്തരം ബാബു ജിബ്രീൽ അലൈഹിസ്സലാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ. ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.